നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. കേസുകളിൽ അയ്യപ്പൻ കാക്കുമെന്ന് ഇന്നലെ പത്മകുമാർ മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു. റിമാൻഡ് ദീർഘിപ്പിക്കാനായി ഇന്നലെ വിജിലൻസ് കോടതിയിൽ ഹാജരാക്കിയപ്പോഴായിരുന്നു പത്മകുമാറിന്റെ പ്രതികരണം. പത്മകുമാറിനെ ബലിയാടാക്കുന്നുവോ എന്ന മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിനായിരുന്നു അയ്യപ്പൻ കാക്കുമെന്ന് ഇന്നലെ പത്മകുമാർ പറഞ്ഞത്. മുൻ മന്ത്രിയും CPM നേതാവുമായ കടകംപള്ളി സുരേന്ദ്രനാണോ ദൈവതുല്യൻ എന്ന ചോദ്യത്തിന് ശവന്തീനികളല്ല എന്നായിരുന്നു പത്മകുമാറിന്റെ മറുപടി. ആരാണ് ദൈവതുല്യൻ എന്ന ചോദ്യത്തിന് വേട്ടനായ്ക്കളല്ല എന്നും പത്മകുമാർ ഉത്തരം നൽകി. മറുവശത്ത് SITയുടെ ചോദ്യത്തിന് മുന്നിൽ പതറിയ കടകംപള്ളി സുരേന്ദ്രനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ ഇപ്പോൾ പുറത്തുവരുന്നു. വല്ലാത്ത അഗ്നിപരീക്ഷണത്തിലാണ് ഇപ്പോൾ CPM. അതുകൊണ്ട് തന്നെ AKG സെന്ററിൽ തുടർ ചർച്ചകൾ. പാർട്ടിയുടെ ഉന്നത നേതാക്കൾ AKG സെന്ററിൽ ഒത്തുകൂടി ഇപ്പോൾ കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നു. ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിൽ മുൻമന്ത്രി കടകംപള്ളി സുരേന്ദ്രനെ അന്വേഷണ സംഘം ചോദ്യം ചെയ്തതോടെ പാർട്ടി അട്ടപ്പടലം വെട്ടിലായിരിക്കുന്നു. CPM വല്ലാതെ ഭയക്കുന്നിടത്തേക്ക് കാര്യങ്ങളെത്തി. A പത്മകുമാറിനെയും N വാസുവിനെയും മാത്രമല്ല PS പ്രശാന്തിനെയും ഇക്കഴിഞ്ഞ ദിവസം SIT ചോദ്യം ചെയ്തിരുന്നു. പ്രശാന്തിനെ അറസ്റ്റ് ചെയ്യുമെന്നാണ് പുറത്തുവരുന്ന സൂചനകൾ. പത്മകുമാറിനെ അറസ്റ്റ് ചെയ്തതിന് സമാന കാരണങ്ങളാണ് ഇപ്പോൾ പ്രശാന്തിനെതിരെയും അന്വേഷണ സംഘം കണ്ടെത്തിയിരിക്കുന്നത്. കഴിഞ്ഞ ശനിയാഴ്ച SIT ഒരു രഹസ്യ കേന്ദ്രത്തിൽ വെച്ചാണ് കടകംപള്ളി സുരേന്ദ്രനെ ചോദ്യം ചെയ്തത്. ചോദ്യം ചെയ്യലിന് പോകുന്നതിന് തൊട്ടു മുൻപ് സംസ്ഥാന കമ്മിറ്റി യോഗത്തിൽ കടകംപള്ളി സുരേന്ദ്രൻ പങ്കെടുത്തിരുന്നു. സംസ്ഥാന കമ്മിറ്റി യോഗത്തിന് ശേഷം ഉന്നത നേതാക്കളെ മാറ്റി നിർത്തി കടകംപള്ളി സുരേന്ദ്രൻ തന്നെ ചോദ്യം ചെയ്യാൻ പോകുന്നുവെന്ന കാര്യം അവരെ അറിയിച്ചു. പത്മകുമാറിനെതിരെ പാർട്ടി നടപടിയെടുക്കാത്തത് കടകംപള്ളി ഉൾപ്പെടെയുള്ളവരുടെ പങ്ക് വെളിയിലേക്ക് വരുന്നു എന്ന ഭയം മൂലമാണ് എന്നത് വ്യക്തം. ജില്ലാ കമ്മിറ്റി അംഗമായ പത്മകുമാറിനെതിരെ നടപടിയെടുത്താൽ സംസ്ഥാന കമ്മിറ്റി അംഗമായ കടകംപള്ളി സുരേന്ദ്രനെതിരെയും നടപടി സ്വീകരിക്കേണ്ടി വരും. ഇത് ഭീതിതമായ തലത്തിൽ പാർട്ടിയെ പ്രതിരോധത്തിലാഴ്ത്തും. എന്തുകൊണ്ടാണ് കടകംപള്ളി സുരേന്ദ്രൻ ഇപ്പോൾ സംശയനിഴലിൽ നിന്ന് അന്വേഷണ പരിധിയിലേക്ക് കടന്നു വന്നത്? ഉണ്ണികൃഷ്ണൻ പോറ്റിയും കടകംപള്ളി സുരേന്ദ്രനും തമ്മിൽ അടുത്ത ബന്ധമുണ്ട് എന്ന് SIT സംശയിക്കുന്നു. അതിനുവേണ്ട നിരവധി തെളിവുകൾ അവർക്ക് മുന്നിലെത്തി. ഇരുവരും ഒന്നിച്ചു നിൽക്കുന്ന ചിത്രം നേരത്തെ RSP സംസ്ഥാന സെക്രട്ടറി ഷിബു ബേബി ജോൺ പുറത്തുവിട്ടിരുന്നു. ഇതിന് തൊട്ടു പിന്നാലെ ഉണ്ണികൃഷ്ണൻ പോറ്റി കഴക്കൂട്ടത്ത് നിരവധി തവണ എത്തിയിരുന്നു എന്നതിൻ്റെ തെളിവുകൾ പുറത്തുവന്നു. കഴക്കൂട്ടത്ത് ഒരു വീട് സ്പോൺസർ ചെയ്യുന്ന കാര്യത്തിലും ഉണ്ണികൃഷ്ണൻ പോറ്റി ഇടപെട്ടു. കടകംപള്ളി സുരേന്ദ്രനെ ചോദ്യം ചെയ്തപ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ തനിക്കറിയാം എന്ന് കടകംപള്ളി അന്വേഷണ സംഘത്തിന് മുന്നിൽ സമ്മതിച്ചു. എന്നാൽ അയ്യപ്പനെതിരെ താൻ ഒന്നും ചെയ്യില്ല എന്നും തന്നെ കള്ളനെന്ന് വിളിക്കരുത് എന്നും പറഞ്ഞ് വൈകാരികമായി അന്വേഷണ സംഘത്തിന് മുന്നിൽ കടകംപള്ളി പ്രതികരിച്ചു. ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിൽ ഇപ്പോൾ റിമാൻഡിൽ കഴിയുന്ന ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ഒരു സ്പോൺസർ എന്ന നിലയിൽ തനിക്കറിയാം എന്ന് കടകംപള്ളി സുരേന്ദ്രൻ അന്വേഷണ സംഘത്തിന് മുന്നിൽ സമ്മതിച്ചു. ശബരിമല ഭക്തൻ എന്ന നിലയിലും സംഭാവനകൾ നൽകിയ വ്യക്തി എന്ന നിലയിലും ഉണ്ണികൃഷ്ണൻ പോറ്റിയെ പരിചയപ്പെട്ടിട്ടുണ്ട്. എന്നാൽ വ്യക്തിപരമായ മറ്റു ബന്ധങ്ങളോ ഭൂമി ഇടപാടുകളോ തങ്ങൾക്കിടയിലില്ല എന്നാണ് കടകംപള്ളി സുരേന്ദ്രൻ അന്വേഷണ സംഘത്തിന് മുന്നിൽ പറഞ്ഞത്. സ്വർണം പൂശൽ തീരുമാനങ്ങളൊക്കെ ബോർഡിൻ്റേതാണ്. വകുപ്പിന് ഒരറിവും ഇത് സംബന്ധിച്ചില്ല എന്ന് കടകംപള്ളി പറയുന്നു. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ തനിക്കെതിരെ ഉയർന്നു വന്ന എല്ലാ ആരോപണങ്ങളും കടകംപള്ളി സുരേന്ദ്രൻ തള്ളിക്കളഞ്ഞു. സ്വർണം പൂശുന്നതുമായി ബന്ധപ്പെട്ട് ഒരപേക്ഷയും സർക്കാരിന് മുന്നിൽ എത്തിയില്ല. സ്വർണം പൂശാനുള്ള ഒരു ഫയൽ നീക്കവും വകുപ്പ് നടത്തിയിട്ടില്ല എന്ന് കടകംപള്ളി പറയുന്നു. സ്വർണ്ണക്കള്ളൻ എന്ന് വിളിക്കപ്പെടുന്നതിൽ വലിയ മാനസിക വിഷമമുണ്ട് എന്ന് കടകംപള്ളി പറഞ്ഞു. ഒരറിവും പങ്കുമില്ലാത്ത കാര്യങ്ങളാണ് ഇപ്പോൾ നടന്നത്. ഇക്കാര്യത്തിൽ അന്വേഷണ സംഘം തന്നെ വ്യക്തത വരുത്തണമെന്ന് കടകംപള്ളി പറയുന്നു. എന്നാൽ മൊഴികൾ പരിശോധിച്ചതിന് ശേഷം വീണ്ടും കടകംപള്ളിയെ ചോദ്യം ചെയ്യേണ്ടി വരുമെന്ന് SIT സൂചിപ്പിക്കുന്നു. കാര്യങ്ങൾ അത്ര ഭദ്രമല്ല എന്ന് വ്യക്തം. കടകംപള്ളിയെ ഇനിയും ചോദ്യം ചെയ്യാൻ അന്വേഷണ സംഘം വിളിപ്പിച്ചു വരുത്തുക എന്നാൽ ഒരുപക്ഷെ അറസ്റ്റിലേക്ക് കടക്കാനുള്ള സാധ്യതകളാണ് മുന്നിൽ. N വാസുവിൻ്റെയും പത്മകുമാറിൻ്റെയും മൊഴികൾ ഇപ്പോൾ അന്വേഷണ സംഘം വീണ്ടും പരിശോധിക്കുന്നു. പത്മകുമാറിൻ്റെ മൊഴി വീണ്ടും രേഖപ്പെടുത്താനുള്ള നീക്കങ്ങൾ അന്വേഷണ സംഘം ത്വരിതഗതിയിൽ നടത്തുന്നു. പത്മകുമാർ കടകംപള്ളി സുരേന്ദ്രനെതിരെ കൃത്യമായ മൊഴി നൽകും എന്നാണ് ഏറ്റവും ഒടുവിൽ പുറത്തുവരുന്ന സൂചനകൾ. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ അന്താരാഷ്ട്ര പുരാവസ്തു കള്ളക്കടത്ത് സംഘം ഇടപെട്ടിട്ടുണ്ട് എന്ന ആരോപണങ്ങൾ ഉറപ്പിക്കുന്നതായിരുന്നു D മണിയെ ചോദ്യം ചെയ്തതിൽ നിന്ന് അന്വേഷണ സംഘത്തിന് കിട്ടിയ ആദ്യ വിവരങ്ങൾ. തുടർന്ന് D മണിയോട് ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ ആവശ്യപ്പെടുകയും ചെയ്തു.
ഇന്നലെ ഡി മണിയും സംഘവും തിരുവനന്തപുരം ക്രൈംബ്രാഞ്ച് ഓഫീസിലെത്തി. തുടർച്ചയായ ചോദ്യം ചെയ്യൽ ഇപ്പോഴും തുടരുകയാണ്. വിദേശ വ്യവസായി ഉന്നയിച്ച ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമെന്നാണ് ഡി മണി പറയുന്നത്. ഡി മണിക്കൊപ്പമുള്ള സഹായി ബാലമുരുകനും ഇത് ആവർത്തിക്കുന്നു. ശബരിമലയുമായി ബന്ധപ്പെട്ട് ഒരിടപാടുകളും നടത്തിയിട്ടില്ല. ജീവിതത്തിൽ 2 തവണ മാത്രമാണ് തിരുവനന്തപുരത്ത് വന്നിട്ടുള്ളത്. എന്നാൽ ഡി മണിയുടെ സാമ്പത്തിക വളർച്ച അതാരെയും അത്ഭുതപ്പെടുത്തുന്നതാണ്. ഡി മണിക്ക് തമിഴ്നാടുമായി ബന്ധപ്പെട്ട കച്ചവടങ്ങൾ മാത്രമേയുള്ളൂ എന്ന് അയാൾ ആവർത്തിക്കുന്നു. ഒരു വശത്ത് ഡി മണി ചോദ്യം ചെയ്യപ്പെടുന്നു, മറുവശത്ത് റിമാൻഡിലുള്ള മിക്ക പ്രതികളെയും കസ്റ്റഡിയിൽ വാങ്ങി അന്വേഷണ സംഘം തുടർമൊഴികൾ എടുക്കുന്നു. അതുകൊണ്ട് തന്നെ വല്ലാത്ത സമ്മർദ്ദത്തിലാണ് കടകംപള്ളി സുരേന്ദ്രൻ. ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിൽ പ്രതികളുടെ മൊഴികളിൽ പരാമർശിക്കപ്പെട്ടവരിൽ നിന്ന് വിശദീകരണം തേടാത്തത് നേരത്തെ ഹൈക്കോടതിയെ ചൊടിപ്പിച്ചിരുന്നു. അതുകൊണ്ടാണ് ഹൈക്കോടതിയിൽ റിപ്പോർട്ട് സമർപ്പിക്കുന്നതിന് തൊട്ടു മുൻപ് കടകംപള്ളി സുരേന്ദ്രനെ രഹസ്യ കേന്ദ്രത്തിലേക്ക് വിളിപ്പിച്ചു വരുത്തി SIT ചോദ്യം ചെയ്തത്. സർക്കാരിനേൽക്കുന്ന പരിക്ക് അത് വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ CPMനെ വല്ലാതെ ബാധിക്കുമെന്ന ഭയം പാർട്ടിക്കുണ്ട്. ഹൈക്കോടതി ഇനിയും രൂക്ഷ വിമർശനങ്ങൾ ഉയർത്തിയാൽ, പ്രത്യേക അന്വേഷണ സംഘത്തിൻ്റെ അന്വേഷണത്തിൽ അതൃപ്തി പ്രകടിപ്പിച്ചാൽ, ഒരുപക്ഷെ CBI അന്വേഷണം ഹൈക്കോടതി തന്നെ ആവശ്യപ്പെട്ടാൽ പരിങ്ങലിലാവുക CPM തന്നെ. എന്നാൽ പ്രതികളുടെ വെളിപ്പെടുത്തലുകളും കടകംപള്ളിയുടെ മൊഴിയും ഒത്തുനോക്കി ഹൈക്കോടതിയിൽ വിശദ റിപ്പോർട്ട് സമർപ്പിക്കുമ്പോൾ കടകംപള്ളിക്ക് മേൽ വീണ്ടും സംശയം ഹൈക്കോടതി പ്രകടിപ്പിച്ചാൽ അത് ഏറെ അപകടം വരുത്തിവെക്കും. കടകംപള്ളിയെ ചോദ്യം ചെയ്യാതെ ഒഴിവാക്കിയാൽ അതിന് മതിയായ കാരണം കോടതിക്ക് മുൻപിൽ നിരത്തേണ്ടതുണ്ട്. അതത്ര എളുപ്പമല്ല എന്ന് അന്വേഷണ സംഘത്തിന് വ്യക്തമായി അറിയാം. തെളിവുകളില്ലാതെ ഒഴിവാക്കിയാൽ അന്വേഷണ സംഘത്തിന് വീണ്ടും വിമർശനം കേൾക്കേണ്ടി വരും. ഇനിയൊരു വിമർശനമായിരിക്കില്ല ഹൈക്കോടതി അന്വേഷണ സംഘത്തിന് നേർക്ക് ചൊരിയുക, മറിച്ച് ഈ കേസ് നേരെ CBIക്ക് കൈമാറൽ എന്ന ഒരൊറ്റ വഴിയായിരിക്കും. കടകംപള്ളി ഒരു പരിധിവരെ സുരക്ഷിതനാണ് എന്ന് പാർട്ടി വിശ്വസിക്കുന്നു. എന്നാൽ PS പ്രശാന്തിനെ രക്ഷപ്പെടുത്തുക ഒട്ടും എളുപ്പമല്ല. എല്ലാം ചട്ടപ്രകാരമാണ് എന്ന് പ്രശാന്ത് അവകാശപ്പെടുമ്പോഴും 2025 ഭരണസമിതിയുടെ ഭാഗത്തുണ്ടായ വീഴ്ചകൾ അത് വല്ലാത്തതാണ്. ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ആനുകൂല്യം നൽകിയ ഭരണസമിതിയുടെ നടപടികൾ സാധൂകരിക്കാൻ അവർക്ക് കഴിയുന്നില്ല. സംശയകരമായ പല ഇടപെടലുകളും 2025 നടന്നിരിക്കുന്നു. പ്രശാന്തിന്റെ നേതൃത്വത്തിലുള്ള ഭരണസമിതിക്കും ഒരു ക്ലീൻ ചിറ്റ് നൽകാൻ അന്വേഷണ സംഘം തയ്യാറല്ല. അതുകൊണ്ട് തന്നെ പത്മകുമാറിൻ്റെതിന് തുല്യമാണ് പ്രശാന്തിൻ്റെ നടപടികളെന്നും പ്രശാന്തിനെ കൂടി അറസ്റ്റ് ചെയ്യേണ്ടതുണ്ട് എന്നും അന്വേഷണ സംഘം ഇപ്പോൾ ശക്തമായി കരുതുന്നു. നിയമസഭാ തെരഞ്ഞെടുപ്പിന് മാസങ്ങൾ മാത്രം മുൻപിൽ, അതിനു തൊട്ടു മുൻപാണ് ഇപ്പോൾ ഹൈക്കോടതിയിൽ വിശദമായ അന്വേഷണ റിപ്പോർട്ട് പ്രത്യേക അന്വേഷണ സംഘം സമർപ്പിക്കുന്നത്. ഈ ഘട്ടത്തിൽ ഏതെങ്കിലും തലത്തിൽ സംശയമുനയിലുള്ളവർ ഉണ്ട് എന്ന് ഹൈക്കോടതി സൂചിപ്പിച്ചാൽ അത് LDFന് കടുത്ത പരീക്ഷണമായി മാറും. കോടതിയിൽ നിന്ന് അന്വേഷണ സംഘത്തിന് ഇനി വിമർശനങ്ങളേറ്റാലും അതത്ര ഭദ്രമായിരിക്കില്ല സർക്കാരിന്. ശബരിമലയിൽ തൻ്റെ കാലയളവിൽ നടന്ന നടപടികളൊക്കെ ചട്ടം പാലിച്ചിട്ടാണ് എന്ന് PS പ്രശാന്ത് ആവർത്തിച്ചു പറയുന്നു. 2019 സമാനമായ തലത്തിൽ നടപടിക്രമങ്ങൾ പാലിക്കാതെ പോറ്റിയുടെ കൈവശം സ്വർണ്ണപ്പാളികൾ കൊടുത്തുവിട്ടിട്ടില്ല. ഉദ്യോഗസ്ഥർ പരിശോധിച്ച് തൂക്കം രേഖപ്പെടുത്തിയതിനു ശേഷമാണ് ദ്വാരപാലക ശില്പങ്ങൾ സ്വർണം പൂശാൻ കൈമാറിയത്. വാറണ്ടി നഷ്ടമാകാതിരിക്കാനാണ് മുരാരി ബാബുവിന്റെ ശുപാർശ പ്രകാരം ഇവ കൈമാറിയതെന്നും PS പ്രശാന്ത് പറയുന്നു. പോറ്റിക്ക് ദേവസ്വം ആസ്ഥാനത്ത് വലിയ സ്വാതന്ത്ര്യം ലഭിച്ചിരുന്നു. അതാവട്ടെ തന്ത്രിയുടെ ഇടപെടലുകൾ മൂലമാണ് എന്ന് പ്രശാന്ത് പറയുന്നു. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ വിദേശ മലയാളി വ്യവസായി സൂചിപ്പിച്ച ഡി മണിയെയും സംഘത്തെയും ചോദ്യം ചെയ്യൽ പൂർത്തിയാക്കി വിട്ടയച്ചുവെന്നതാണ് ഏറ്റവും ഒടുവിൽ പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. എന്നാൽ എപ്പോൾ വേണമെങ്കിലും വീണ്ടും ചോദ്യം ചെയ്യാനായി അവരെ വിളിപ്പിച്ചു വരുത്താനുള്ള സാധ്യത നിലനിൽക്കുന്നു. സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട അറസ്റ്റിലായ മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് A. പത്മകുമാറിൻ്റെയും സ്വർണ്ണ വ്യാപാരി ഗോവർദ്ധൻ്റെയും ജാമ്യഹർജികൾ ക്രിസ്മസ് അവധിക്ക് ശേഷം ജനുവരിയിൽ പരിശോധിക്കുമെന്നാണ് ഇപ്പോൾ കോടതി പറഞ്ഞിരിക്കുന്നത്. അന്വേഷണം മന്ദഗതിയിലാണെന്നും വൻ സ്രാവുകളിലേക്ക് എത്തുന്നില്ല എന്നും കോടതി വീണ്ടും വിമർശിച്ചു. പ്രത്യേക അന്വേഷണ സംഘത്തിൽ 2 സർക്കിൾ ഇൻസ്പെക്ടർമാരെ കൂടി ഉൾപ്പെടുത്തി അന്വേഷണ സംഘം വിപുലമാക്കണമെന്ന് ഹൈക്കോടതിക്ക് മുൻപാകെ പ്രത്യേക അന്വേഷണ സംഘം ആവശ്യമുന്നയിച്ചു. ഡി മണിയുമായി ബന്ധപ്പെട്ട് കൂടുതൽ തെളിവുകൾ ശേഖരിക്കാൻ ഇതുവരെ അന്വേഷണ സംഘത്തിന് കഴിഞ്ഞില്ല എന്നതാണ് പുറത്തുവരുന്ന സൂചനകൾ. അതുകൊണ്ട് തന്നെ മണിയെ ചോദ്യം ചെയ്തു, അതിനുശേഷം അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് കടക്കുമെന്ന് പൊതുവെ കരുതിയിരുന്നെങ്കിലും അറസ്റ്റ് ഉണ്ടായില്ല. മണിക്ക് പിന്നിൽ ഇറിഡിയം തട്ടിപ്പ് സംഘം എന്ന നിഗമനത്തിലാണ് പ്രത്യേക അന്വേഷണ സംഘം. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ അറസ്റ്റിലായ 3 പ്രതികളെയും പ്രത്യേക അന്വേഷണ സംഘം ഇന്ന് കസ്റ്റഡിയിൽ വാങ്ങി വീണ്ടും ചോദ്യം ചെയ്യും.
ഉണ്ണികൃഷ്ണൻ പോറ്റി, സ്മാർട്ട് ക്രിയേഷൻസ് ഉടമ പങ്കജ് ഭണ്ഡാരി, സ്വർണ്ണ വ്യാപാരി ഗോവർദ്ധൻ എന്നിവരെ ഒരുമിച്ചിരുത്തിയും വെവ്വേറെ ഇരുത്തിയുമായിരിക്കും ചോദ്യം ചെയ്യൽ. ഇവരിൽ നിന്ന് സംശയാസ്പദമായ എന്തെങ്കിലും വെളിപ്പെടുത്തലുകൾ ഉണ്ടായാൽ ഡി മണിയെ വീണ്ടും ചോദ്യം ചെയ്യലിനായി തിരുവനന്തപുരത്ത് കൊണ്ടുവരും. സ്പോൺസർ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ തനിക്കറിയാം എന്നാണ് കടകംപള്ളി സുരേന്ദ്രൻ അന്വേഷണ സംഘത്തിന് മുന്നിൽ മൊഴി നൽകിയത്. മറിച്ച് പറഞ്ഞാൽ അത് എളുപ്പം പൊളിക്കാൻ അന്വേഷണ സംഘത്തിന് കഴിയുമെന്ന് കടകംപള്ളി സുരേന്ദ്രൻ അറിയാം. എന്നാൽ ഈ മൊഴി കടകംപള്ളിക്ക് വിനയാകുമെന്നാണ് നിയമവിദഗ്ധർ പറയുന്നത്. ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കടകംപള്ളി സുരേന്ദ്രന് അറിയാം എന്ന് പറയുന്നത് കടകംപള്ളി സുരേന്ദ്രൻ ദേവസ്വം മന്ത്രിയായിരുന്ന കാലഘട്ടത്തിലാണ്. കടകംപള്ളി സുരേന്ദ്രനും ദേവസ്വം ബോർഡിനുമിടയിൽ ഏതെങ്കിലും തലത്തിലുള്ള ഇടപാടുകൾ നടന്നിട്ടുണ്ട് എങ്കിൽ അത് കടകംപള്ളിക്ക് വലിയ കുരുക്കായി മാറും. കടകംപള്ളി സുരേന്ദ്രനെ അന്വേഷണ സംഘം ചോദ്യം ചെയ്യുമ്പോൾ ഒരു കാരണവശാലും ഈ ചോദ്യം ചെയ്യൽ പുറത്തറിയരുത് എന്ന് പിണറായി വിജയന്റെ ഓഫീസ് ശഠിച്ചു. അതുകൊണ്ടാണ് പ്രത്യേക അന്വേഷണ സംഘം രഹസ്യ കേന്ദ്രത്തിൽ വെച്ച് കടകംപള്ളിയെ ചോദ്യം ചെയ്തതും. എന്നാൽ അന്വേഷണ സംഘത്തിന്റെ വിശ്വാസ്യത പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പരസ്യമായി ചോദ്യം ചെയ്തതോടെ കടകംപള്ളി സുരേന്ദ്രനെയും തങ്ങൾ ചോദ്യം ചെയ്തു എന്ന് അന്വേഷണ സംഘം പിന്നീട് സമ്മതിച്ചു. ഉണ്ണികൃഷ്ണൻ പോറ്റിയെ പത്മകുമാറിന് പരിചയപ്പെടുത്തിയത് കടകംപള്ളിയാണ് എന്ന് സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുകൾ നേരത്തെ വന്നിരുന്നു. തന്നെ ഒറ്റുകൊടുത്തവരെ വെറുതെ വിടില്ല എന്ന് പത്മകുമാർ ആവർത്തിക്കുമ്പോൾ അത് കടകംപള്ളിയെ തന്നെയാണോ വിരൽ ചൂണ്ടുന്നത് എന്ന സംശയം ശക്തമാണ്. ചുരുക്കത്തിൽ കടകംപള്ളിയുടെ അറസ്റ്റിലേക്ക് കാര്യങ്ങൾ എത്തും എന്ന പ്രതീതി പൊതുവെ വളരുന്നു. കടകംപള്ളിയെ തള്ളാനും കൊള്ളാനും വയ്യാത്ത അവസ്ഥയിൽ പാർട്ടി വിറങ്ങലിച്ചു നിൽക്കുന്നു. ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ സാമ്പത്തിക ഭൂമി ഇടപാടുകളും ഇപ്പോൾ അന്വേഷണ സംഘത്തിന്റെ പരിശോധനയിലാണ്. തലസ്ഥാനത്തടക്കം വലിയ തോതിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി ഭൂമി വാങ്ങിക്കൂട്ടിയിട്ടുണ്ട്. ഒന്നാം പിണറായി വിജയൻ സർക്കാരിന്റെ കാലത്ത് പോറ്റി സെക്രട്ടേറിയറ്റിലെ ഒരു പ്രധാന വ്യക്തിയായിരുന്നു. മന്ത്രിമന്ദിരങ്ങളിൽ മുൻകൂർ അനുമതിയില്ലാതെ കടന്നു ചെല്ലാൻ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് കഴിയും. കടകംപള്ളി സുരേന്ദ്രന്റെ ഓഫീസിലെ ഒരു പ്രധാന സന്ദർശകനായിരുന്നു ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന വിവരം നേരത്തെ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. മന്ത്രിക്ക് ശബരിമല വിഷയത്തിൽ ഉപദേശങ്ങൾ വരെ ഉണ്ണികൃഷ്ണൻ പോറ്റി നൽകിയിരുന്നു എന്നാണ് പുറത്തുവരുന്ന വിവരം. മന്ത്രിയുടെ ആളായതുകൊണ്ട് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ പത്മകുമാർ മെയ് മറന്ന് സഹായിച്ചുവോ എന്നതാണ് ഇവിടെ അടിസ്ഥാനപരമായ സംശയം. ബോർഡ് ആസ്ഥാനത്ത് അതുകൊണ്ട് തന്നെ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ലഭിച്ചിരുന്നത് ഒരു VVIP പരിഗണന. തുടക്കം മുതൽ ഭയപ്പെട്ടിരുന്നത് പോലെ CPM ഇപ്പോൾ പൂർണ്ണമായും വിറങ്ങലിച്ചു നിൽക്കുന്നത് കടകംപള്ളി സുരേന്ദ്രൻ എന്ന വിഷയത്തിൽ. കടകംപള്ളിയെ വീണ്ടും ചോദ്യം ചെയ്യുകയും അറസ്റ്റ് ചെയ്യാൻ അന്വേഷണ സംഘം തീരുമാനിക്കുകയും ചെയ്താൽ അട്ടപടലം വെട്ടിലാവുക CPM തന്നെ. മറുവശത്ത് ഹൈക്കോടതി എന്തുകൊണ്ട് കടകംപള്ളിയെ കസ്റ്റഡിയിലെടുത്തില്ല എന്ന ചോദ്യമുയർത്തിയാൽ അതും CPMന് വലിയ പ്രഹരമാകും. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്.